ചീഫിന് തോന്നുകയാണ്. പെട്ടെന്ന് ഇവനെ കണ്ടപ്പോ തന്നെ നമ്മുടെ ചീഫ് ഞെട്ടി പോകുന്നുണ്ട്. അവനിപ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ടീനേജ് പയ്യൻ ഒരു പെണ്ണിനെ ഇടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൾ ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. റോഡ് സൈഡിൽ അപകടം പറ്റിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സെല്ലിന്റെ ഉള്ളിലുള്ള നമ്മുടെ അലക്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഫിനെ അടിച്ച ആ ഒരു കേസ് പെട്ടിട്ടുള്ള ആളുണ്ടല്ലോ, അയാളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതായത് അവൻ ചെയ്തിട്ടുള്ള ആ ഒരു പാപത്തിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവൻ എന്താ ചെയ്തിട്ടില്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ വൈഫിനെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ റിലേഷൻഷിപ്പിലാണ്. അത് പോരാഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അവന്റെ വൈഫിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവളെ കൊല്ലാനായിട്ട് പോലും ഇവൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അലക്സ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം അവന്റെ ഒരു പല്ല് മാത്രം ഇപ്പൊ പൊഴിഞ്ഞു വീഴാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ള അലക്സിന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടായിരുന്നില്ലേ, അതില് ഒരുപാട് പേരുകളുണ്ടല്ലോ. ആ ഒരു പേരുകളൊക്കെ എടുത്തിട്ട് ഇവരുടെ സ്റ്റേഷനിലുള്ള ഡാറ്റാ ബേസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് എല്ലാം തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ഈ ഒരു ഡാറ്റാ ബേസിൽ നോക്കുന്ന സമയത്ത് ഇവരെല്ലാരും മരിച്ചിട്ടുണ്ട്. ഇപ്പൊ അലക്സിനെ നോക്കുകയാണെങ്കിൽ അവന്റെ ശക്തികൾ യൂസ് ചെയ്തിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു സെല്ലിലുള്ള ഈ ഒരു വൈഫിനെ അടിച്ചിട്ടുള്ള അയാളുണ്ടായിരുന്നില്ലേ, അയാളെ കൺട്രോൾ ചെയ്യാണ്. ഇപ്പോ ഇയാൾ എന്താ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ തല തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കമ്പിയില് സ്വന്തമായിട്ട് കൊണ്ടിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോ താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ സെല്ല് ഓർന്നിട്ട് നിനക്ക് എന്താ സംഭവിച്ചത്, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ പുറത്തേക്ക് പിടിച്ചിറക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും അയാൾ നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇവള് പറയുന്ന കാര്യങ്ങൾക്കൊന്നും അയാൾ ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർ അത് കണ്ടിട്ട് ഇവൻ ഇങ്ങനെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ മരിച്ചു പോകും. എന്റെ സെല്ല് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ കൊടുക്കാന്ന് ഡോക്ടർ ഇപ്പൊ പറയാണ്. നീ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ ഈ ഒരു സെല്ലിൽ നിന്ന് പുറത്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ വീണ്ടും വീണ്ടും പറയാണ്, ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് വന്നിട്ട് അയാൾ മരിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിനും ഇപ്പൊ ആ ഒരു സെല്ല് തുറന്നു കൊടുക്കുന്നുണ്ട്. ഡോക്ടറും ഇപ്പൊ പുറത്ത് വന്നിട്ട് CPR കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇയാളെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ഇയാൾ കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കിയത് സെല്ലിലുണ്ടായിരുന്ന അലക്സിനെ ആയിരുന്നു. എന്നിട്ട് അവനോട് പറയാണ്, നീ ആരാന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ മരിച്ചു വീഴാണ്. ഇപ്പൊ ഈ ഒരു ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള പോലീസുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു ഡോക്ടറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡോക്ടറിന്റെ ഭാര്യ ഒരുപാട് ബ്ലഡ് ഒക്കെ പോയിട്ട് അവിടെ മരിച്ച നിലയിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് ഇവര് കാണുന്നത്. ഇത് കണ്ടിട്ട് രണ്ട് പോലീസുകാർക്കും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ചീഫിന്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഫേസ് കാണിക്കുന്നുണ്ട്. ചീഫ് ശരിക്കും ഒരു സൈക്കോ ആയിരുന്നു. ഇവന് ടീനേജ് ആയിട്ടുള്ള ബോയ്സിനെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടിലേക്ക് ടീനേജ് ബോയ്സിനെ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അതിനുശേഷം അവരെ ഒരുപാട് ടോർച്ചർ ചെയ്ത് കൊല്ലും. അതുമാത്രമല്ല ഇവരെ കൊന്നതിന് ശേഷം ഇവരുടെ ശരീരം മുഴുവനായിട്ട് വെട്ടി നുറുക്കിയിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ എടുത്തു വെക്കും. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ശരീരഭാഗങ്ങളാണ് അയാൾ ഇപ്പൊ പുറത്തേക്ക് എടുത്ത് വെക്കുന്നത്. ഈ ഒരു സെല്ലിന്റെ മുന്നിലായിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നില്ലേ, അവന്റെ ശരീരം നോക്കിയിട്ട് ഈ ഒരു ഡോക്ടറും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും ഇപ്പൊ മേലേക്ക് വരികയാണ്. അപ്പോഴാണ് വാക്കി ടോക്കിയിൽ ഈ ഒരു ഡോക്ടറിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന പോലീസുകാര് ഒരു കാര്യം പറയുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന ആ ഒരു ഡോക്ടറിന്റെ വൈഫ് അവള് മരിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ഡോക്ടർ ഒരു മനുഷ്യനെയല്ല, മനുഷ്യ രൂപത്തിലുള്ള ഒരു മൃഗമാണ് അയാള്. എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടേക്ക് വരുന്നതിന് മുന്നേ അവന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാരും തന്നെ അതിക്രൂരമായിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവന്റെ വൈഫ്, കുട്ടികള്, അങ്ങനെയുള്ള എല്ലാരും തന്നെ